ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്കയും ക്യാരറ്റും കൊണ്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് 2 ചെറിയ പാവയ്ക്ക നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു വലിയ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാവയ്ക്കയുടെ കൂടെ നമ്മൾ ക്യാരറ്റ് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ആ കയ്പ്പൊന്ന് കുറഞ്ഞ് കിട്ടുകയും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ മെഴുക്കുവരട്ടി വെക്കാനായിട്ട് ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ ചെറുതായി ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ച് അല്പം നേരം വേവിക്കാം. ഇതിലെ വെള്ളമായി ഒന്ന് തോന്നു കിട്ടുന്നത് വരെ. അപ്പോൾ വെള്ളമൊക്കെ തോന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് മീഡിയം തീയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ക്യാരറ്റും പാവയ്ക്കൊക്കെ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് അല്പനേരം കൂടി നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയി വീണ്ടും